വന്നപ്പോൾ നമ്മൾ കണ്ടത് നമ്മളുടെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തേക്കാളും കുറവായിട്ടാണ്. ഏകദേശം 150+155+ ഉണ്ടായിരുന്ന ജനറലിൻ്റെ കട്ട് ഓഫ് ഈ വട്ടം 144 ഒ ബി സിക്ക് 143 എന്നാൽ ഈ വട്ടം നോർമലൈസേഷൻ ചേഞ്ച് ഉണ്ടാവും, പഴയ ഇതിൽ നിന്നും ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്ത നോർമലൈസേഷനാണ് കുട്ടികളുടെ സ്കോർ കാർഡ്. ഇന്നലെ ഫൈനൽ മാർക്ക് വന്നു, ഫൈനൽ ആൻസർ കീ വന്നു, ഫൈനൽ സ്കോർ കാർഡ് വന്നു. അപ്പോൾ വല്ലാത്തൊരു നോർമലൈസേഷനാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്ര വന്നെന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു സിനാരിയോ നോക്കുവാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വട്ടം 157 സംതിങ് കട്ട് ഓഫ് വന്ന സ്ഥലത്ത് ഇപ്പോൾ 140 സംതിങ് 144 കട്ട് ഓഫ് വന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്താണ് എക്സാമിൻ്റെ കട്ട് ഓഫ് കുറഞ്ഞു, ഇനി എനിക്ക് 140 145 വാങ്ങിയാൽ മതി. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, റോ മാർക്ക് 150 മാർക്കുള്ളവർ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ലിസ്റ്റിലില്ലായിരുന്നു. റോ മാർക്ക് 155 ഉള്ളവർ ലിസ്റ്റിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായത് ഇപ്പോഴത്തെ നോർമലൈസേഷൻ വന്നപ്പോഴാണ്. അപ്പോൾ പണ്ട് സമയത്ത് കുറച്ച് പേർക്ക് 20 മാർക്ക് 30 മാർക്ക് 40 മാർക്ക് വരെ കുറഞ്ഞവരുണ്ട്, കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയവരുമുണ്ട്, 10 മാർക്ക് 15 മാർക്ക് കൂടിയവരുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇപ്പോൾ മുന്നേ നമ്മൾ എങ്ങനെയായിരുന്നു നോർമലൈസേഷൻ കൊണ്ടുവരുന്നത്? എക്സാമിൻ്റെ ഈസിനെസ് വെച്ചായിരുന്നു. അതായത് ഈസി ആയിട്ടുള്ള ഷിഫ്റ്റിന് ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഈസി ഷിഫ്റ്റിന് നിങ്ങൾ 160 മാർക്ക് വാങ്ങിയെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് കൂടത്തൊന്നുമില്ല. വേറെ ഹാർഡ് ഷിഫ്റ്റിൽ 130 വാങ്ങിയവർക്ക് 30 മാർക്കോ അല്ലെങ്കിൽ 140 വാങ്ങിയവർക്ക് 160 പ്ലസ് വന്നിട്ട് അങ്ങനെയായിരുന്നു കട്ട് ഓഫ് കണക്കാക്കുന്നത്. അതിൻ്റെ അർത്ഥം കട്ട് ഓഫ് എന്തായിരിക്കും, എപ്പോഴും കൂടുതലായിരിക്കും. കാര്യം ഈസി ഷിഫ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അവർക്ക് അധികം മാർക്ക് കുറയത്തില്ല, കുറയുന്നെങ്കിൽ 2-3 മാർക്കേ കുറയത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ആവറേജിങ് ആണ്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. എന്തുകൊണ്ടാണ് ഈ നോർമലൈസേഷൻ ഈ വ്യത്യാസം വരുന്നതെന്ന് കുട്ടികൾ അറിയണം. അല്ലാതെ ചുമ്മാ എന്താ സ്കാമോ ഒന്നുമല്ല. ഇപ്പോൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ ആവറേജ് വെച്ചിട്ടാണ്, അതായത് ആവറേജ് മാർക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോർമലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ആവറേജ് നടക്കുമ്പോൾ പ്രശ്നം എന്താ, ഇപ്പോൾ 100 കുട്ടികളുണ്ടെങ്കിൽ 50 പേര് കൂടുതലായിരിക്കും. ഇപ്പോൾ 50 ആവറേജ് എങ്കിൽ 50 കൂടുതലുള്ള ആൾക്കാരാണ്, 50 കുറവുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കൂടുന്നത് പോലെ തന്നെ കുറയാനുള്ള ചാൻസ് ഈ ഒരു നോർമലൈസേഷന് ഉള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 147 കട്ട് ഓഫ് നിൽക്കത്തില്ല. ഈ വട്ടം എന്ത് ചെയ്യാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്, ആൾക്കാർക്ക് കൂടുതൽ മാർക്കുണ്ട്. ഈ പഴയ നോർമലൈസേഷൻ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കട്ട് ഓഫ് എന്ത് പോയനെ, 160+ പോയനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ നല്ല വേരിയേഷൻ എക്സാമിൽ, അതായത് എക്സാമിൻ്റെ ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തമ്മിൽ അല്ലെങ്കിൽ പല ഷിഫ്റ്റുകൾ തമ്മിൽ നല്ല വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ മാറ്റിയാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ. അത് SSC മാറ്റിയേ പറ്റത്തുള്ളൂ. പിന്നെ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു 200 മാർക്കിനുള്ള പരീക്ഷയാണ്. അതിൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം മാർക്ക് വാങ്ങുക. അതായത് ആവറേജിലെ കുട്ടികൾ, ആവറേജ് മാർക്ക് വാങ്ങുന്ന കുട്ടികളെക്കായി മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 200 മാർക്കിൻ്റെ പരീക്ഷയിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ ലിസ്റ്റിൽ കിട്ടിയ കുട്ടികളുണ്ട്, ഇപ്പോൾ എല്ലാവരെയും പുറത്താക്കിയിട്ടില്ല. ആ ഒരു കാര്യം മാത്രം നോക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സീറ്റാണ്. അപ്പം SSC മാറാനുള്ളത് ബാക്കി മാറിയേ പറ്റൂ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നിങ്ങളും പഠിക്കേണ്ടതാണ്.